ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJ Electric യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, കുറെ ഷോർട്സ് വീഡിയോയിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്, ചെറിയ ചെറിയ കണ്ടന്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു ബേസിക് കിറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ, അതായത് ഇൻഡസ്ട്രിയൽ ഫീൽഡ് നമ്മൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് വയറിംഗ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് മെയിൻ ആയിട്ട് വരുന്നത് ഒരു VFD എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ കാണിച്ചത് എൻ്റെ ഒരു ബേസിക് മോഡൽ VFD ആണ്. ഇത് VFD-L എന്ന് പറയുന്ന ഡെൽറ്റയുടെ തന്നെ ബേസിക് ആയിട്ടൊരു സീരീസ് ആണ്. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഇപ്പൊ ഇനിയുള്ള വീഡിയോസിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട്, അതായത് ഡ്രൈവ്സിന്റെ ഈ VFD-യുടെ ഒക്കെ അപ്ഡേറ്റ്സ് വീഡിയോകളായിരിക്കും വരുന്നത്. അതായത് എങ്ങനെ കൺട്രോൾ വയറിംഗ് ചെയ്യാം, എങ്ങനെ സെലക്ട് ചെയ്യാം, അങ്ങനെ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ എല്ലാ ടോപ്പിക്സിനും കുറച്ച് കവർ ചെയ്യാന്നുണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് കൊണ്ടാണ് ഓരോ ടോപ്പിക്കും നമുക്ക് ഇച്ചിരി കണ്ടന്റ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ അതായിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് VFD എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്. അതായത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്റെ തിയറിയിലേക്ക് പോകുന്നില്ല. നമുക്ക് ഒരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ലെവലിൽ എങ്ങനെ ഈസി ആയിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ തിയറി ബേസിലേക്ക് ഞാൻ പോകുന്നില്ല, എങ്കിലും ഞാൻ ബേസ് ആയിട്ട് പറയാം. ഇപ്പൊ നമ്മുടെ ഇൻപുട്ട് സപ്ലൈ എന്ന് പറഞ്ഞാൽ AC സപ്ലൈകളാണ് വരുന്നത്. അതായത് ഒന്നുകിൽ 220 ആയിരിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ 415 വോൾട്ട് ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ ഈ വോൾട്ടിന് ഈ ഡ്രൈവ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ AC-നെ DC ആക്കും. DC ആക്കിയതിനു ശേഷം പിന്നെ AC കൺവേർട്ട് ചെയ്തതിനു ശേഷം ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മോട്ടറിന്റെ വേരിയേഷൻ, സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ശരിക്കും പറഞ്ഞ കൺവെയർ ബെൽറ്റ്, അതുപോലെ ലിഫ്റ്റ്, അതുപോലെ നമുക്ക് ഓട്ടോമാറ്റിക് ബ്ലോവർ, ഫാൻ, അതുപോലെ മെഷീൻ, ഇൻഡസ്ട്രിയൽ എക്യുപ്മെന്റ്സിൽ എല്ലായിടത്തും നമുക്ക് മോട്ടോർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രൈവ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് അഡ്വാൻറ്റേജസ് പറഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് എനർജി സേവ് ചെയ്യാൻ പറ്റും. സപ്പോസ് നമുക്കൊരു മോട്ടോർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, അതൊരു ഗിയർ ബോക്സ് ഒക്കെ വെച്ച് നമ്മൾ അതിനെ സ്പീഡ് റെഡ്യൂസ് ഒക്കെ ചെയ്ത് ഓടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മോട്ടോർ ഓടുന്ന ഇപ്പോൾ ഡയറക്റ്റ് DOL സ്റ്റാർട്ടറോ അല്ലെങ്കിൽ അങ്ങനത്തെ കണക്ഷൻ വെച്ച് നമ്മൾ ചെയ്യുന്നെങ്കിൽ നമ്മുടെ മോട്ടോർ ഫുൾ ലോഡിലായിരിക്കും ഓടുന്നത്. അപ്പോൾ നമുക്ക് പവർ കൺസപ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സ്പീഡ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സപ്പോസ് ചെയ്യാമെങ്കിൽ പോലും ഈ VFD-യിൽ നമുക്ക് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്പീഡ് കൺട്രോൾ ചെയ്യാന്നുണ്ടെങ്കിൽ അത്രയും പവർ കൺസപ്ഷനേ വരുള്ളൂ. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടറിന്റെ ലൈഫ് കിട്ടും. പിന്നെ ഇനിഷ്യൽ കോസ്റ്റ് ഇതിച്ച് കൂടുതലാണ് എങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് അതിന്റെ ഫോർവേഡ്, റിവേഴ്സ് ഡയറക്ഷൻസ്, അതുപോലെ നമ്മുടെ സ്പീഡ്, അതുപോലെ ടോർക്ക്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഡ്രൈവ് വെച്ചിട്ട് ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ യൂസർ ഫ്രണ്ട്ലി ആണ്. അതുപോലെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കായാലും, ഇപ്പൊ നമ്മൾ ഇൻഡസ്ട്രിയൽ ഫീൽഡിലേക്ക് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിയാണ്ട് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ മെഷീൻസ് എല്ലാം ഓട്ടോമാറ്റിക് മെഷീൻസ് ആണ്, അത് അഡ്വാൻസ് ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു ഇതിനെപ്പറ്റി ബേസിക് ആയിട്ട്, അതായത് ബേസിക് കൺട്രോൾ വയറിംഗ്, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ ഇൻപുട്ട് സപ്ലൈ, അതുപോലെ കുറച്ച് കൺട്രോൾ വയറിംഗ് ബേസിക് ആയിട്ടുള്ളത് ഇവിടെ ഉണ്ട്. അതുപോലെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ എന്തെങ്കിലും അലാറംസും കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സാധാരണ ഒരു DOL സ്റ്റാർട്ടർ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ട്രിപ്പ് ആകും, ഓവർലോഡ്, ചിലപ്പോൾ റിലേ ട്രിപ്പ് ആകും. അതല്ലാണ്ട് നമുക്ക് ഇതിനകത്ത് കൂടുതൽ ഫോൾട്ടുകളും നമുക്ക് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ആ സമയത്താണ് നമ്മൾ VFD ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈസി. അതുപോലെ നമ്മളിപ്പോൾ DOL സ്റ്റാർട്ടർ ഉപയോഗിക്കാമെന്ന് ചോദിച്ചോ, നമുക്ക് ഒറ്റ സ്റ്റാർട്ടിൽ തന്നെ നമ്മുടെ മോട്ടോർ ഫുൾ സ്പീഡിൽ റൺ ആവാൻ തുടങ്ങും. പക്ഷെ ഈ VFD ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്മൂത്ത്, അതായത് ആക്സിലറേഷൻ, ഡീസലേഷൻ, അതായത് സ്റ്റാർട്ടിങ് തൊട്ട് ഒരു ഫുൾ സ്പീഡ് എത്തുന്നവരേക്കും സ്മൂത്ത് റണ്ണിങ് ആയിരിക്കും. അപ്പോൾ സ്മൂത്ത് ഓപ്പറേഷൻ ആയിരിക്കും. അതുപോലെ മെഷീൻ്റെ അത് മോട്ടറിന് ഡാമേജ് ആവാനുള്ള സാധ്യതയില്ല, ഒരു സഡൻ ഇമ്പാക്ട് വരില്ല. അതായത് സ്മൂത്ത് ഓപ്പറേഷൻ ആയിരിക്കും, കണ്ടിന്യൂസ്, അതായത് ലൈഫ് നിൽക്കും മോട്ടറിൻ്റെ ഒക്കെ. അതുപോലെ നമുക്ക് അതിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓവർലോഡ്, ട്രിപ്പ്, ഫേസ് ലോസ്, അപ്പം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വയറിംഗ് പഠിക്കുന്നത് എന്നുള്ളത് ഓരോ ക്ലാസ്സിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് VFD ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻഡസ്ട്രിയിൽ ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ജോലി ലഭിക്കാനും അതുപോലെ പ്രോബ്ലംസ് ഫൈൻഡ് ഔട്ട് ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ക്ലാസ് തുടങ്ങുവാണെന്ന് പറഞ്ഞാൽ ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇപ്പം ഞാനിവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ജസ്റ്റ് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോട്ടർ ഇവിടെ റൺ ആവുന്നുണ്ട്. ഓക്കെ, അതുപോലെ സ്റ്റോപ്പ് ചെയ്യാം. അതുപോലെ എനിക്ക് ഇവിടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫുൾ സ്പീഡിലാണ് ഓടുന്നത്. ഇങ്ങനെ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സ്പീഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ VFD ഒക്കെ ഉപയോഗിക്കുന്നുണ്ടുള്ള ഗുണങ്ങൾ. പിന്നെ അതിന്റെ ഡിസഡ്വാൻറ്റേജ്, ചില ദോഷമായിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യൽ കോസ്റ്റ് കൂടുതലാണ്. ചിലപ്പോൾ ഈ മോട്ടറിനേക്കാളും കോസ്റ്റ്ലി ആയിരിക്കും നമ്മുടെ ഇൻവേർട്ടർ. പക്ഷേ ലൈഫ് വെച്ച് നോക്കും, അതുപോലെ പവർ കൺസപ്ഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവ്, അതായത് VFD നമുക്ക് ഒന്നും കൂടി കോമ്പാക്റ്റ് ആണ്. അതുപോലെ അത് രണ്ടാമത്തെ ഒരു പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇത് ഹൈ സെൻസിറ്റീവ് ആണ്. അതായത്
നമ്മൾ ഓപ്പൺ സ്പേസിൽ വെക്കുകയോ അല്ലാതുണ്ടെങ്കിൽ ഡസ്റ്റ് പൊടികൾ അങ്ങനെയുള്ള കാരണത്താലും ഇതിന്റെ പ്രോപ്പർ കൂളിംഗ് ഫാൻ, അകത്തൊരു കൂളിംഗ് ഫാൻ ഉണ്ട്. അപ്പൊ പ്രോപ്പറായിട്ട് അതിന്റെ വെന്റിലേഷൻ പ്രോപ്പറായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഹീറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് മാൾ ഫംഗ്ഷൻ ആവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ നമ്മളിപ്പോ ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ പാനൽ ബോർഡിനകത്ത് സെറ്റ് ചെയ്തതിനു ശേഷം ഇൻഡോർ ടൈപ്പ്, അതേപോലെ നമുക്ക് പാനൽ ബോർഡിനകത്ത് കൂളിംഗ് AC ഒക്കെ വരാറുണ്ട്. അങ്ങനത്തെ ഒരു ഹൈ സെറ്റപ്പിലാണ് ഒരുപാട് VFDയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയാണ് ഇത് സെറ്റ് ചെയ്യാറ്. ഇല്ല എങ്കിൽ പോലും നോർമലി നമുക്കൊരു പാനൽ ബോക്സിനകത്ത് 2 കൂളിംഗ് ഫാനൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ലൈഫ് കിട്ടുന്നതായിരിക്കും. ഇനി അതല്ല നമ്മൾ ഓപ്പൺ സ്പേസിലൊക്കെ വെച്ച് വയറിങ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ നിറഞ്ഞ്, അതായത് പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, VFD നമുക്കൊന്നും കൂടെ ബെസ്റ്റ് ആണ്. അതായത് ഇതിന്റെ വയറിങ് ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരാൾ ടെക്നീഷ്യൻ, അതായത് അറിയാത്ത ഒരാൾ പെട്ടെന്ന് വന്നിട്ട് ഇത് കാണുമ്പോൾ ഇതെന്താ പറ്റി, എന്താ ഇതിന്റെ പ്രോബ്ലംസ് ഒന്നും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അതേസമയം എന്റെ ക്ലാസ്സുകൾ നിങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും ഞാൻ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നത്. അതുപോലെ എങ്ങനെയാണ് വയറിങ് ചെയ്യാം, എന്തെല്ലാം വയറിങ് ചെയ്യാം. ഇപ്പം നമുക്ക് സാധാരണയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ ഈ ഡ്രൈവിന്റെ കീപാഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറേ വട്ടം നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് ഈ കീപാഡ് ഡാമേജ് ആവും. പിന്നെ നമുക്ക് പ്രോഗ്രാം പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നമ്മളിതിനെ സ്വിച്ച് സെപ്പറേറ്റ് സ്വിച്ച് പുഷ് ബട്ടണോ അല്ലെങ്കിൽ സെലക്ടർ സ്വിച്ചോ, അതുപോലെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ ഡിക്രീസ് ചെയ്യാൻ നമ്മളൊരു പൊട്ടൻഷ്യോമീറ്റർ സെപ്പറേറ്റ് ആണ് കൊടുക്കാറ്. അതാകുമ്പോൾ നമ്മുടെ ഡ്രൈവ് സേഫ് ആയിരിക്കും. ഓക്കെ, അതുപോലെ അതിന്റെ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യാം എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ VFD ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ബേസിക് ആയിട്ട് ഡ്രൈവ് എന്താണെന്നും അതായത് പേടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമുക്ക് എങ്ങനെയാണെങ്കിലും ഈ വയറിങ്ങും ക്ലാസും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തക്ക രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ബോക്സിനകത്ത് ഒരു യൂസർ മാനുവൽ ലഭിക്കുന്നതായിരിക്കും, എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുക, അതിന്റെ കാറ്റലോഗ് എന്ന് പറയും. ഓക്കെ, ഇനി അതല്ല, അത് നമുക്ക് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ഇത് എങ്ങനെയാണെന്ന് അറിയണം. അപ്പൊ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് അലാറംസ്, ട്രബിൾ ഷൂട്ടിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഇത് ഓരോ വീഡിയോസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഫീൽഡിൽ ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.